Cimo, ay cimo na. Para nanang bumi. Oh. രണ്ടാളും പിടിച്ചോട്ടെ. നമുക്ക് ഡ്രസ്സ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അമ്പാടിൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് January 7th ആണ് കേട്ടോ. കാര്യമായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്തൊക്കെ കാരണവശാൽ. രാവിലെ തന്നെ അമ്പാടിയും ഏട്ടനും കൂടെ എന്താ പറയുക ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടുന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവന് കൊടുത്തു. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. അജേട്ടൻ അമ്മേനെയൊക്കെ പിക്ക് ചെയ്തിട്ട് വരും തോന്നുന്നു കേട്ടോ. അച്ചുവും പിന്നെ വേറെ അസ്നുവേട്ടനും എസമ്മോളും ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരും. കാര്യമായിട്ട് ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആരും ഫ്രണ്ട്സിനെയും വീട്ടിൽ നിന്നും ആരും ക്ഷണിച്ചിട്ടില്ല. പിന്നെ എസമ്മോൾ എന്തായാലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ചു അവരൊക്കെ വരും. പിന്നെ അമ്മ ഇപ്പോൾ കുറച്ച് മുമ്പ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. കാര്യമായിട്ട് ആരും ക്ഷണിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വയനാട് റിസോർട്ട് വെച്ചിട്ടായിരുന്നു ആഘോഷം. ഇപ്രാവശ്യം ഇനിയിപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തിലൊന്നും ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ മൂകാംബികയിൽ പോകണം എന്നൊക്കെ കരുതിയാണ്. പിന്നെ അതൊരു കാരണവശാൽ നമുക്കത് സാധിച്ചില്ല. ഇനി നെക്സ്റ്റ് ടൈം പോകാമെന്നൊക്കെ കരുതിയിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കാര്യമായിട്ടൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അംഗനവാടിയിലും പോകണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒത്തിരി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പണിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചു വീഡിയോ അപ്പോൾ എടുക്കേണ്ട. കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അല്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ച കുഞ്ഞു കുഞ്ഞു ഷോർട്സ് വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ബർത്ത്ഡേ എങ്കിലും അടിച്ചു പൊളിക്കണം. ഇപ്രാവശ്യം നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ തിരക്കുണ്ട്. അല്ലാണ്ട് മെമ്മറിയൊക്കെ ഫുള്ളായി കിടക്കുകയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. കാര്യമായിട്ടൊന്നും ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ നാളെ ഇന്നിപ്പം വർക്കിംഗ് ഡേ അല്ല, നാളെ അമ്പാടീനെ അംഗനവാടി കൊണ്ടാക്കുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടോളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഹലോ ഗൈസ്, ഇന്നിപ്പോൾ അമ്പാടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. കാലത്തെ അജേട്ടനും മോനും കൂടെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം അവന് മുറ്റത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഞാൻ ചെടി നനക്കാനും അതേപോലെ മുറ്റം തൂക്കാനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവന് ചെടി നനക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് മകൻ കയ്യിൽ പിടിച്ച് ഞാൻ ബക്കറ്റിൽ വെള്ളവും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുറ്റത്തു നിന്നുള്ള പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. കാരണം മെമ്മറി ഏതാണ്ട് തീരാറായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വീഡിയോസ് എൻ്റെ ഫോണിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള സാവകാശം എനിക്ക് വേണം. കാരണം എല്ലാം കൂടെ എന്താ പറയുക, ഞാനിപ്പോൾ ബിസിയാണ്. പിന്നെ നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ തിരക്കും എല്ലാം കൂടെ ആയിട്ട് എന്താ പറയുക, എനിക്ക് വീഡിയോസ് റെഗുലറായിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പാടി അവിടുന്ന് ഐസ്ക്രീമും ഒക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വേണമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ചേട്ടൻ പോയിട്ട് അതിൻ്റെ വെജിറ്റബിൾസും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ നോക്കുമായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ ഒരു 11 മണിക്ക് ശേഷമാണ്
ഫുഡൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഷോർട്ട് വീഡിയോന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് ഞാൻ വെച്ചത് കേക്ക് കട്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക എന്നുള്ളതൊക്കെ. കാരണം മെമ്മറി ഓൾറെഡി എത്രത്തോളം എനിക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. കാരണം അത്രയും സ്റ്റോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് സവാളയൊക്കെ കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ആക്കാൻ പോവാണ് ബിരിയാണിക്കുള്ളത്. അതിനിടയ്ക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്ത് അതൊരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം പിന്നെ അകമൊക്കെ തൂക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് മഞ്ഞളും മുളകൊക്കെ കഴുകി എല്ലാം വെയിലത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് ചെയ്തതായിരുന്നു കേട്ടോ. അത് മാത്രമല്ല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിക്കി കൊടുക്കും വേണം കേട്ടോ. ചെറിയ വെയിലായിരുന്നു. 2 ദിവസം മുന്നേ വെറും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ റെഡിയായി ചൂടോടെ അമ്പാടിക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അമ്പാടി ഇത് ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. സമയം 6:30 ആയിട്ടോ. നമുക്കൊരു ഉമ്മയില്ല, ഉമ്മ തരില്ല, ക്യാമറ എല്ലാം ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ അമ്പാടി. എന്താ കേക്ക് കട്ട് ചെയ്യണ്ട? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യണ്ട. ഐസ്ക്രീം കേക്ക്. ആ എന്താ സന്തോഷം നേരം. ആ എല്ലാരും വരട്ടെ, എല്ലാരും വരട്ടെ. അമ്പാടി ഒരു ഹായ് പറ. എല്ലാവർക്കും ഒരു ഹായ് പറ. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. പറ പറ. നാണം കുടുങ്ങാണ്ട് പറ. പറ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. പറ കുഞ്ഞ്. വിഷ് എൻ്റെ കണ്ണൊന്നും കുത്തല്ല. പറ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് 3ാമത്തെ എന്ന് പറ. പറ 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 പറ. വേണ്ട. എന്ത് വേണ്ട? അച്ഛനെവിടെ? അച്ഛനെവിടെ പോയേ? വല്ലതും അറിയാം? അമ്മേനെ ഒറ്റക്കാക്കി ഉറങ്ങിയല്ലേ എൻ്റെ മോയെ? കഴിഞ്ഞ ദിവസം അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പം അച്ഛൻ ഇപ്പം വീട്ടിലില്ല, കല്യാണമൊക്കെ പറയാൻ പോയിട്ടാണ്. അമ്മമ്മയും അച്ഛനൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാര്യമായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ ബിസിയാണ്, കല്യാണത്തിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അച്ഛനോട് മാഹിൽ അങ്ങനെ കല്യാണം പറയാൻ പോയിട്ടാണുള്ളത്. പിന്നെ അങ്ങനെയൊക്കെയാണുള്ളത് കേട്ടോ. അപ്പം അച്ഛനും ഹസ്ബൻഡിനും അമ്മയും രസമോളൊക്കെയാണ് വരിക. അല്ലേ അമ്പാടി ഉറക്കം എഴുന്നേറ്റൊന്ന് സെറ്റ് ആവണം. അപ്പം അവനോട് ഇങ്ങനെ കൊഞ്ചിച്ച് കളിക്കാനെല്ലാം വേണം കേട്ടോ. അല്ലേ പിന്നെ നടക്കില്ല. പിന്നെ കേക്കൊക്കെ കണ്ടാൽ സെറ്റാവും കേട്ടോ. അത് വാങ്ങിക്കൊണ്ട് വെക്കുമ്പോഴത്തേക്കും തന്നെ അവർക്ക് തുള്ളിക്കളിയാക്കും. അല്ല അമ്പാടി ഐച്ചി കേക്ക് എടുക്കാം. ഐച്ചി കേക്ക് എവിടെയുള്ള ഫ്രിഡ്ജിലുണ്ടാ? ഉണ്ടോ ഇല്ലയോ എന്ന് പറ. ഉണ്ടാ? കൈ കൊണ്ട് ചൂണ്ടിക്കാണിക്കാറ്. ഉണ്ടോ ഇല്ലയോ? ഐച്ചി കേക്ക് വേണോ? ഞാൻ തിന്നോ? അമ്പാടി ഇതാ തുള്ളി ഓടിപ്പോയി എടുക്കാൻ പോവാണ്. ഫ്രിഡ്ജിലുള്ളത്. അച്ഛനെല്ലാം വരട്ടെ. എവിടെയാ എനിക്ക് ആവേശോ. നമ്മൾ ഇതുവരെ കാത്തില്ല വാവേ. ആ അച്ചി എന്റെ പുറകെ നടക്കുന്നുണ്ട്. എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാ. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ പാടി. എല്ലാരും വന്നിട്ടല്ലേ നമ്മള് കേക്ക് കട്ട് ചെയ്യാ. നമ്മൾ രണ്ടാളോ കേക്ക് കട്ട് ചെയ്യാ. അമ്പാടി കാർട്ടൂണൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് സമാധാനത്തോടെ എഴുതിയിട്ടുണ്ടായിരുന്നു. രക്ഷയിൽ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ അവർ വരുന്നുണ്ടോ നോക്കി നിൽക്കും അവിടെ. ഒളിക്കാണ്ട് ഇങ്ങോട്ട് വാ. ഓ ചവിട്ടുന്നുണ്ടോ? ചവിട്ടിയല്ലോ. ഇഷ്ടായിനാ അച്ഛമ്മന്റെ മോൻ? ഇഷ്ടായിനാ? ഇങ്ങോട്ട് ചോദിക്കും. പറ അച്ഛമ്മന്റെ മോൻ ഇഷ്ടായിനാ? പറ അമ്പാടി.
ചവിട്ടുന്നുണ്ടല്ലോ അല്ലേ? ചവിട്ടുന്നേ. ആ അതോ ചെരിഞ്ഞൂല്ലല്ലോ ഏട്ടാ. സൗണ്ട് കൂടി കൊടുക്കാൻ പിന്നെ അടുത്ത കാഴ്ച ഒരു കുറവാ. ഒരാൾ ഐസിയും എടുക്കാൻ പോയത്, അതാ മേലെ പോന്ന്. രസമുണ്ട് അല്ലേ? ആ മാറ്റണം. സൈഡിൽ വെച്ചോ. ആ ഇതൊക്കെ ഇപ്പൊ കൊണ്ടുപോയി കുറിക്കൂ. രണ്ടാളും പിടിച്ചോട്ടെ. ചക്കര ഇതെന്താ പടി? അതാ നല്ല ഭംഗിയുള്ളല്ലേ?
ശേഷാ ഇങ്ങോട്ട് നോക്ക്. അതും ആ മതി. ആ പപ്പ പപ്പ അമ്മ കൊടുക്കാൻ അസ്നു കൊടുക്ക. അമ്മ കൊടുക്ക അല്ല ഒരു ആ അമ്മമ്മ അമ്മമ്മ അതും അതാ അസ്നോട്ട് അസ്നോട്ട്. ആയിട്ടില്ലടാ ഒന്ന് കിട്ടുന്നില്ല. പക്ഷേ ഒന്ന് പറഞ്ഞിട്ട് ചെയ്തല്ലോ. ആ ആ പിന്നെ ഓനത്രയും തിന്നു. ആരാ ഞാൻ ഐസ്ക്രീം എത്ര ഞാൻ തിന്നു. എനിക്ക് പൈസ ആയിക്കടി പീസായി ഞാൻ ആക്കണം. എത്ര നേരം കളിക്കുന്നത്? അങ്ങെടുത്തോ. അതല്ലേ ഞാൻ അത് ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് ക്യാമറ എടുക്കാൻ കിട്ടി. HD തന്നെ ഇതല്ല, HD തന്നെയല്ലേ ഉള്ളത്. അതിൻ്റെ പാട്ടത് കുക്കി വേണ്ട മോളെ. മോള് കഴിച്ച മോള് കഴിച്ച മോളെ സ്പൂൺ വേണ്ട. ഫോട്ടോ ആയിട്ടില്ല. വാ.
അലീന പണ്ട് അങ്ങനെ എന്തോ ഓട്ടോ ഓടി വന്നത് അന്നേത് ഓട്ടോ ഓടി അവള് ഞാൻ പേടിച്ചു പോയി. ഞാൻ ഏടത്തമ്പരം പോകും നോക്കിയതാ. അന്നേത് ഓട്ടോ എടുത്തേ ഇറങ്ങി കറി പോയി കതച്ച് വീഴുന്നുണ്ട്. അതുകൊണ്ട് മാറി 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 കുത്തും എനിക്കറിയാം. ആ പാട്ട് വെക്കോ. അങ്ങനെയെല്ലാം പറയും. ആ പാട്ട് വെക്കണം. നിങ്ങൾ എടുത്തോ. ഡാർന്ന് കഴിക്കുന്നു മയണൈസല്ലേ ഇവിടെ. ഇവിടെ ഫുൾ സ്റ്റേജ് ഷോ ഉണ്ട്. ഇപ്പം ഞാൻ ഇത് കാണില്ല. ഇപ്പം ഭയങ്കര ഇഷ്ടം. ഞാൻ ടാറ്റു അടിക്കണം. ഞങ്ങളെ ടാറ്റു അടിക്കോളാം. ടാറ്റാ ടാറ്റാ. തുറന്നു നോക്ക്. എടുക്ക് എടുക്ക് ഡ്രസ് എടുക്ക്. കാണിക്ക് അമ്മക്ക് ഡ്രസ് കാണിച്ച. ഇതാരും അച്ചു ചേച്ചി മരത്ത് തന്നെയാ? അച്ചു ചേച്ചിന്റെ ഗിഫ്റ്റ് ഏത്? അച്ചു ചേച്ചി ഇല്ല. ഞാൻ ഇല്ലാത്തപ്പോ താനൊക്കെ പണിയെടുക്കണമെന്ന് നോക്കാനുള്ള സൈക്കോളജിക്കൽ മൂവായിരുന്നു.